ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഐക്യയിലേക്ക് പോവാണ്. എവിടെയാണ് ഐക്യ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നാഗസാന്ദ്ര മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ്. പോകാൻ നിൽക്കണം. ഞങ്ങൾ റെഡിയായി കാറിലാണ് പോകുന്നത്. ബിബിയുണ്ട്. കാലമായി നമ്മൾ പോകണമെന്ന് വിചാരിക്കണം. ഇവിടെ വന്നിട്ട് എപ്പോഴും ഇങ്ങനെ പ്ലാൻ ചെയ്യും പോണെന്ന്, പക്ഷെ അത് നടക്കാറില്ല. അങ്ങനെ ഇന്ന് നമ്മൾ പോവാണ്. അപ്പോൾ അവിടുത്തെ വീഡിയോകളും അവിടുത്തെ കാഴ്ചകളൊക്കെ എല്ലാവരും കാണിക്കാം. Meanwhile, പാർക്കിംഗ് അല്ലല്ലോ. അതൊക്കെ പോകാനൊക്കെ ഇരിക്കുന്നത് നമ്മുടെ പാർക്കിംഗ്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് എൻട്രൻസിലെത്തി. ഇനി ഞങ്ങൾ ഉള്ളിൽ കയറാൻ നിൽക്കുകയാണ്. ഉള്ളിൽ പോയിട്ട് കാണാം. വെള്ളം എടുക്കുക. വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ.
ചെറിയ ലിവിങ് റൂമാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോഫ പിന്നെ TV എല്ലാം ഉണ്ട്. നമ്മൾ ഹാളിൽ ചെയ്യുന്ന പോലെ തന്നെ. നമ്മൾ പിന്നെ ഇരിക്കാത്ത സോഫയൊന്നും ഇല്ല ഇവിടെ. ഐക്കൽ എല്ലാ സോഫയിലും ഇരുന്ന് നോക്കിയിരുന്നു. നമുക്ക് വാങ്ങാൻ പറ്റും. ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഭയങ്കര നല്ല ലുക്കായിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ചെയർ സെക്ഷനാണ് കേട്ടോ. ചെയർ നല്ല എല്ലാ മോഡലും എല്ലാ ഐറ്റം ചെയറും ഉണ്ട്. നമുക്ക് ഡൈനിങ് ടേബിളിന് ആവശ്യമുള്ള ചെയറുണ്ട്. പിന്നെ വർക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റിയ ചെയറുണ്ട്. എല്ലാം ഉണ്ട്. പിന്നെ ഒരു ചെറിയ ഡൈനിങ് ടേബിളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ ഗ്യാസ്. നമ്മളിവിടെയാണ് കുക്ക് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. ദമ്മ ഇറങ്ങിയില്ല. നമ്മളിവിടെ പാത്രമൊക്കെ കഴുകും. ഇവിടെ നമ്മുടെ ഓവനൊക്കെ ഉണ്ട് കേട്ടോ. ഓവനിൽ സാധനം ഗ്രിൽ ചിക്കൻ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഫ്രിഡ്ജിപ്പോൾ ക്ലീൻ ചെയ്തിരിക്കുക. സാധനം അങ്ങനെയാണ് സാധനങ്ങൾക്ക് സെറ്റ് ചെയ്യുന്നത്. എല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം, വാഷിംഗ് മെഷീൻ എവിടെയാണ്? നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കണം. ആർക്കും കാണാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ ബെഡിൻ്റെ സെക്ഷനിൽ എത്തിയിരിക്കണം. ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല എവിടെ പോകേണ്ടത് എന്താണെന്നൊന്നും. പിന്നെ ഞങ്ങളിങ്ങനെ വന്നപ്പോൾ ഒരുപാട് ബെഡുകളും എല്ലാം ഉണ്ട് ഇവിടെ. ബെഡ്ഷീറ്റ് പിന്നെ പില്ലോ കവർ എല്ലാം കിട്ടും. പിന്നെ മിറർ ഐറ്റംസ് എല്ലാം ഉണ്ട്. മിറർ എല്ലാം കണ്ടു ഞങ്ങൾ. ഭയങ്കര വെറൈറ്റി കളക്ഷൻസ് ഉണ്ടല്ലോ. നമുക്ക് നല്ലൊരു പുതിയ വീട് ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര നല്ല കളക്ഷനാണ്. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരും. പിന്നെ എല്ലാം കസ്റ്റമൈസേഷൻ എല്ലാം ഉണ്ട്. അതെ, ജസ്റ്റ് ഒരു ചുവര് വെച്ച് വീട് കെട്ടിയാൽ മതി. ബാക്കിയെല്ലാം ഇവിടെ കിട്ടും നമുക്ക് അല്ലേ? അതെ. ലൈറ്റിൻ്റെ സെക്ഷനിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതെ, നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റുകൾ, പിന്നെ അതിലേക്കുള്ള ബൾബ് എല്ലാം സെപ്പറേറ്റ് ചൈൽഡ് പാർട്ടായിട്ട് കിട്ടും. ഫാൻസി ലൈറ്റിൻ്റെ സെക്ഷനാണ്. നല്ല വെറൈറ്റി ഡിസൈനോട് കൂടിയ ലൈറ്റുകളും അതിലേക്കുള്ള ബൾബുകളും എല്ലാം ഇവിടെ ഉണ്ട്. ടേബിൾ ലാമ്പിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ടേബിൾ ലാമ്പ് ഭയങ്കര വെറൈറ്റി ഡിസൈൻസ് എല്ലാം ഉണ്ട്. നല്ല അഫോർഡബിൾ പ്രൈസുമാണ്. അത്ര വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല.
പിന്നെ നമുക്ക് നമ്മളെ റേഞ്ചിന് പറ്റിയത് എടുക്കുകയും ചെയ്യാം, സെലക്ട് ചെയ്യാമല്ലോ. അപ്പോൾ നല്ലൊരു ഇതാണ്. വന്നു കഴിഞ്ഞാൽ നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ അതിലേക്കുള്ള ബൾബുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ വയസ്സിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ചൈൽഡ് പാർട്ടായിട്ട് കിട്ടും. അങ്ങനെയൊക്കെ ബെനിഫിറ്റ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അടുത്തിവിടെ നമുക്ക് ഫ്ലവർ വേസിൻ്റെ സെക്ഷനാണ്. ഫ്ലവർ വേസും ഉണ്ട്, ഫ്ലവേഴ്സും ഉണ്ട്. വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഫ്ലവർ വേസിൻ്റെ. ഈ വേസ് 199 ആട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ തന്നെ നമുക്കിവിടെ ജാസ്മിൻ ഉണ്ട്. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് മാത്രമല്ല, റിയൽ പ്ലാന്റ്സും ഉണ്ട്. ബാംബു, മണി പ്ലാന്റ് എല്ലാം ഉണ്ട്. ഇവിടെ സെൽഫ് സർവീസ് ഏരിയ ആണ്. നമ്മുടെ നമ്മൾ നേരെ നിന്നെല്ലാം ചൂസ് ചെയ്തിട്ട് വന്നിട്ട് ഇവിടെ നമുക്ക് അതെ, സ്റ്റാഫിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് തന്നെ വന്നിട്ട് എടുക്കാം. അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ വാർഡ്രോബിൻ്റെ എന്തെങ്കിലും സ്ലാബ് അങ്ങനത്തെ അതെ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ഐറ്റം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധനം ഇതിൻ്റെ പാർട്ട് നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാർട്ട് നമ്പർ സെയിം പാർട്ട് നമ്പർ മുകളിൽ അവർ ഇപ്പോൾ ബെഡ്റൂമാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചാൽ ആ ബെഡ്റൂമിൽ നമുക്ക് എന്താ സാധനം വേണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനത്തിൻ്റെ നമ്പർ അവിടെ നിന്ന് നോക്കിയിട്ട് നമ്മൾ താഴെ വന്നു കഴിഞ്ഞാൽ ആ സെയിം നമ്പർ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ആ പാക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ റാക്ക് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡെമോ കാണിച്ചിരിക്കുന്നവിടെ ഓരോ സാധനം ഏത് റാക്കിലുള്ളത് വരെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. എളുപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് അവിടെ ആ നമ്പർ എഴുതിയിട്ടുണ്ടാവും. അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് നമ്മൾ ഇവിടെ വന്നാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അതൊക്കെ റാക്ക് നമ്പറാണ് 16, 17 പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് കുറേ ഉണ്ട്, 13, 12 പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ ഈ റാക്ക് നമ്പറിൽ പോയിട്ട് നമ്മളത് എടുക്കാൻ പറ്റും.
അതെന്താ വിട്ടെടുക്കാം കേറിവിടെ. ഒക്കെ പിന്നെ പത്തും കൂടെ പെട്ടിട്ടായി കഴിഞ്ഞാൽ തട്ടിയിട്ടുണ്ടാവില്ല വണ്ടി. അങ്ങനെ ഗായ്സ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്.